പഴയ ചൂരി, ഇതാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പുറത്ത് ചൂരി ഉണ്ട്, ഈ സ്ഥലത്തിൻ്റെ പേര് പഴയ ചൂരി. റോഡിൻ്റെ അവസ്ഥയൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? നമുക്ക് നോക്കിയേ, ഇത് ചൂരി, നല്ല റബ്ബർ റൈസ് റോഡുള്ള സ്ഥലം. എന്നാൽ നമ്മൾ ബാങ്ക് റോഡിൻ്റെ അത്ര പോലെ കേട്ടോ. ബാങ്ക് റോഡിനെ കടത്തി വെട്ടാൻ നിലവിൽ കാസർഗോഡ് വേറെ ഒരു റോഡില്ലാന്ന് തോന്നുന്നു, ടൗൺ ഏരിയയിൽ. ഇപ്പോൾ ഒരാൾ കമൻറ്റിൽ പറഞ്ഞിരുന്നു എന്തോന്ന് തമ്പുരാണ്. ഇപ്പം കഴിഞ്ഞതൊരു ട്രയൽ, ഏത് കുണ്ട് റോഡ് ട്രയൽ. ഇനിയാണ് ശരിക്കും കുണ്ടുള്ള റോഡ് വരാൻ പോകുന്നത്. നമ്മളെ സ്വന്തം കാസർഗോഡിൻ്റെ സ്വന്തം ജനപ്രതിനിധികളൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റോഡായ ബാങ്ക് റോഡിലേക്ക്. എപ്പോഴാണ് എനിക്ക് പണി കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം കുറേ റോഡിൻ്റെതും അതൊക്കെ കാണിച്ചില്ലേ. ഇപ്പോൾ കാസർഗോഡ് കാഞ്ഞങ്ങാട് റോഡ്, പിന്നെ ഈ റോഡ്, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് കാണിക്കുന്നുണ്ട്, ജസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് കാണേണ്ട ആൾക്കാരൊക്കെ മിക്കവാറും കണ്ടിട്ടുണ്ട് എന്നാണ് തോന്നുന്നുള്ളത്. കാരണം കമൻറ്റിൽ വന്നിട്ട് കുറേ ആൾക്കാർ മെൻഷൻ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ആക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത്യാവശ്യം കാണേണ്ട ആൾക്കാർ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇനി എങ്ങനെ പണി വരുമെന്ന് എനിക്ക് ഒരു ഐഡിയയും ഇല്ല. എന്തായാലും മിക്കവാറും കിട്ടും. പിന്നെ നല്ല മനുഷ്യന്മാരാണെങ്കിൽ എന്ന് വെച്ചാൽ കാണിച്ചു തന്നുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയല്ലോ എന്നുള്ള മൈൻഡിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. അപ്പോൾ എന്നെ വിളിച്ച് അഭിനന്ദിക്കും. അതല്ലെങ്കിൽ എനിക്കിട്ട് എങ്ങനെയെങ്കിലും പണി തരാൻ നോക്കും. നോക്കാം, അഭിനന്ദിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പണി കിട്ടുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. 1:30 മണി, 1:45 ഉള്ളൂ. ഇവിടെ ബ്ലോക്ക് തുടങ്ങി. ബ്ലോക്ക് മാത്രമല്ല, ഈ കുണ്ടും ഉണ്ടല്ലോ, അപ്പോൾ നല്ല സ്ലോ ആവും. നീ എന്ത് ചെയ്യാൻ. ഞാനാണെങ്കിൽ പക്കാ ലെഫ്റ്റ് സൈഡ് ഉള്ളത്, എനിക്ക് അങ്ങോട്ട് റേറ്റിലേക്ക് എത്തിയേ പറ്റൂ. കണ്ടോ, വണ്ടികളൊക്കെ സ്ലോ ആവുന്നത് ഫുള്ള് കുണ്ടുള്ളതുകൊണ്ടാണ്. ഇപ്പം നോർമലായിരുന്നെങ്കിൽ ഇത്രത്തോളം പ്രശ്നം ഉണ്ടാവുമായിരുന്നില്ല. ഓക്കെ, ഞാൻ അപ്പുറത്ത് കയറാൻ നിൽക്കുമ്പോഴല്ലേ ഒരു ഓട്ടോ ഹോൺ അടിച്ച് എൻ്റെ പിരാന്താക്കി. അതുകൊണ്ട് നല്ലതായി, അതുകൊണ്ട് ഇവിടെ ഫ്രീ ആയിട്ട് കൂളായിട്ട് കയറാൻ പറ്റി. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തലയിട്ട് വരേണ്ടി വന്നതിന്. ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് നല്ലതിനെന്ന് പറയുന്നത് ഇത് തന്നെ. ഞാൻ നേരെ അവിടെ ഗ്യാപ്പ് ഉണ്ട്, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് കയറാൻ നിൽക്കുമ്പോഴേക്കും ഹോൺ അടിച്ച് പിരാന്താക്കി. ഞാൻ ഫ്രണ്ടിലേക്ക് വന്നു. ആ KSRTCൻ്റെ ബാക്കിലായിരുന്നു. ഞാൻ KSRTCൻ്റെ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ നല്ല വിശാലമായ സ്ഥലം. അല്ല, ഇവർക്ക് ഈ റോഡ് പൊളിച്ചാൽ മതിയായിട്ടില്ല. നല്ല റോഡ് ഉണ്ടാക്കി നോക്കിയാൽ അതിനെ JCB കൊണ്ട് മാന്തി തോണ്ടിയിട്ടിട്ട് ഇപ്പോൾ ഒരു വണ്ടിക്ക് നേരെ പോകാൻ പറ്റുന്നുള്ളൂ. അവിടെ ഇനി വീണ്ടും കുഴിക്കുന്നുണ്ട്. എന്ത് സ്വർണം കണ്ട എന്താണാവോ. ഈ സ്വഭാവമാണ് ഇഷ്ടപ്പെടാത്ത. റോഡ് നേരെ ഉണ്ടാക്കൂല, ഇനി ഉണ്ടാക്കിയ റോഡിനെയോ അപ്പം തന്നെ ഒരാഴ്ചയുള്ള ഒന്നുകൂടി കുഴിച്ചിട്ട് സെറ്റാക്കുകയും ചെയ്യും. അപ്പോൾ ഈ റോഡ് ഉണ്ടാക്കുന്നതിനേക്കാളും മുമ്പിൽ ഒന്ന് കുഴിച്ചിട്ട് പൈപ്പ് ഇടുക വയറിടൊക്കെ ചെയ്യാമല്ലോ. അത് നോക്കൂല, അത് ചെയ്യാത്ത രസമില്ലല്ലോ. ഇത് മൊത്തം കേരളം മൊത്തം ഈ പ്രശ്നമുണ്ട്. അത് എന്ത് ഇങ്ങനത്തെ ഒരു സ്വഭാവം. മഴ ചെറുതായിട്ട് ഉറ്റാൻ തുടങ്ങി. ഒരു 100-200 മീറ്റർ കഴിഞ്ഞാൽ എൻ്റെ റൂമിലേക്ക് എത്തും. ആ ഒരു കാറിൻ്റെ ബാക്കിൽ ഉരുട്ടി വരേണ്ടി വന്നു. കമോൺ കാറ് സൈഡ് തരൂ. എത്തുമോ ബാക്കിയാവോ? എവിടെയും കയറിക്കാനുള്ള ഒരു സ്ഥലവും. പെയ്ത് അവിടെ ഒരു കട്ടിൻ്റെ ബാക്കിൽ ബാക്കിയായി, ഇവിടെ റൈറ്റ് ഹാൻഡിൻ്റെ ബാക്കിൽ ബാക്കിയായി. കമോൺ പെയ്ത് അയ്യോ, ചെറിയ ചാറ്റലിന് ശക്തി കൂടി.